യുക്രൈൻ യുദ്ധം കടുക്കുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സുരക്ഷാ കാരണങ്ങളാൽ ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ. വധഭീഷണിയും സൈനിക അട്ടിമറി സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ രഹസ്യ കേന്ദ്രത്തിലിരുന്നാണ് അദ്ദേഹം ഇപ്പോൾ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഡ്രോൺ ആക്രമണം റഷ്യൻ ഭരണസിരാ കേന്ദ്രമായ ക്രെംലിന്റെ സുരക്ഷാ പഴുതുകൾ തുറന്നുകാട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുടിൻ തന്റെ സ്ഥിരം വസതികൾ ഉപേക്ഷിച്ച് ബങ്കറിലേക്ക് മാറിയതെന്നാണ് സൂചന. അദ്ദേഹം സാധാരണ നിലയിൽ രാജ്യത്ത് തുടരുന്നുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് സർക്കാർ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രസിഡന്റിന്റെ സുരക്ഷാ വലയത്തിലുള്ള ജീവനക്കാർക്ക് മേൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാചകക്കാർ, ബോഡി ഗാർഡുകൾ തുടങ്ങിയവർക്ക് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുവാൻ അനുവാദമില്ല. ഇവരുടെ വീടുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾ തടയുവാൻ മോസ്കോ നഗരത്തിൽ പലപ്പോഴും ഇന്റർനെറ്റ് സേവനങ്ങൾ മനഃപൂർവ്വം വിച്ഛേദിക്കുന്നതായും സൂചനയുണ്ട്. പ്രസിഡന്റ് പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് റഷ്യൻ ജനതയ്ക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പുടിനെ ഭയമാണ് എന്ന് തുറന്നു പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിക്ടോറിയ ബോനിയുടെ വീഡിയോ വൈറലായതോടെ ഭരണകൂടത്തോടുള്ള ജനരോക്ഷം പുറത്തുവന്നു. സുരക്ഷാ ഏജൻസികൾക്കിടയിലെ ഏകോപനമില്ലായ്മയും ആഭ്യന്തര തർക്കങ്ങളും പുടിന്റെ ജനപ്രീതിക്ക് മങ്ങലേൽപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.